പ്രിയമുള്ളവരെ, വീണ്ടും നമ്മളൊരു പ്രഭാതത്തിൽ ഉണർന്നിരിക്കുകയാണ്. നമുക്കറിയാം, പ്രഭാതങ്ങൾ ആഘോഷിക്കപ്പെടേണ്ടതാണ്. നൃത്തത്താലും ഗാനത്താലും പ്രണയത്താലും എല്ലാം കൊണ്ടും ആഘോഷമായി നമ്മൾ അതിനെ വരവേൽക്കേണ്ടതാണ്. സൂര്യൻ ആകാശത്തിൽ ഉദിച്ചുയരുന്നു, കിളികളെല്ലാം പാടുവാൻ തുടങ്ങുന്നു. കാത്തിരിക്കുമായിരുന്നു അവർ, സൂര്യൻ്റെ വരവും കാത്ത്. പൂക്കളെല്ലാം വിരിയാൻ തയ്യാറായിരിക്കുന്നു. ഇത് ബോധപൂർവം നമ്മളതിനെ ആനന്ദകരമാക്കുവാൻ പ്രഭാതത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ അനുഷ്ഠാനങ്ങളും പരിശീലനങ്ങളും നമ്മളെ കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ടവരാക്കും. പ്രഭാതം നമ്മൾ ഉറങ്ങി നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ, അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് പറയുന്നത് ശരിയല്ല, കാരണം രാത്രിയിൽ ജോലി ചെയ്യുന്നവരുണ്ട്. സാരമില്ല, എങ്കിലും നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. പ്രഭാതം മനോഹരമാണ്. രാത്രി ഉറക്കെന്ന് പറയുന്നൊരു ചെറിയൊരു മരണം തന്നെയാണ്. നമുക്കറിയാം, എത്രയോ പേർ ഉറങ്ങുമ്പോൾ മരിച്ചു പോയിട്ടുണ്ട്. അവർക്കറിയില്ല അവർ ജീവിച്ചിരുന്നോ, എപ്പോഴാണ് മരിച്ചതെന്ന് അവർക്കറിയില്ല, അജ്ഞാതമാണ്. അതുപോലെ തന്നെ ഉണരുന്നതും ഒരു പുതുജന്മമാണ്. വീണ്ടും നമ്മൾ ജനിക്കുകയാണ്. നമുക്ക് ഈ പ്രപഞ്ചം ദൈവീകത ഒരവസരവും കൂടി നൽകുകയാണ്. ഒന്നും കൂടി ശ്രമിച്ചു നോക്കൂ, ആഘോഷിക്കാൻ, ആനന്ദിക്കുവാൻ, നിങ്ങളുടെ സങ്കല്പങ്ങൾ, സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ ഒന്നും കൂടി ശ്രമിച്ചു നോക്കൂ. അങ്ങനെ ഓരോ ദിവസവും നമ്മളെ ഉണർത്തുകയാണ്. ആ ഉണർത്തുപാട്ടുമായിട്ടാണ് പ്രകൃതി നമ്മളെ ഉണർത്തുന്നത്. അതിൻ്റെ കൂടെ നമ്മളും സന്തോഷം ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ആനന്ദ നടനം നടത്തണം. പ്രഭാതത്തിൽ നമ്മൾ വളരെ ഊർജ്ജസ്വലനായി സന്തോഷമായി തൻ്റെ കർത്തവ്യധർമ്മത്തെ സ്നേഹപൂർവ്വം പ്രണയപൂർവ്വം ചെയ്യുവാൻ തയ്യാറാകുമ്പോൾ തീർച്ചയായിട്ടും അജ്ഞാതത്തിൽ നിന്നും ദൈവീകമായ ചില ഊർജവിശേഷങ്ങൾ, ശക്തി തരംഗങ്ങൾ നമ്മളിലേക്ക് പ്രവഹിക്കുന്ന അനുഭവപ്പെടും. ഇതെല്ലാവർക്കും സാധ്യമാണ്. നമ്മളുടെ ഉള്ളിൽ ഹാപ്പിനെസ് ഉണ്ടാവണം. കാരണം നമ്മളുടെ സന്തോഷമില്ലെങ്കിൽ പരമാനന്ദം നമുക്ക് ആരെയും ഒന്നും ചെയ്യാൻ പറ്റില്ല. ദുഃഖം മാത്രമേ നൽകാൻ പറ്റൂ. അപ്പം നമ്മൾ സന്തോഷവാനായിരിക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എങ്കിലും നമുക്ക് നമ്മളെ കൂടെയുള്ളവരെ സന്തോഷിപ്പിക്കാൻ പറ്റും. നമ്മൾ ദുഃഖിതനും നിരാശനും അസ്വസ്ഥനൊക്കെ ആണെങ്കിൽ അത് മാത്രമേ നമുക്ക് മറ്റുള്ളവർക്കും നൽകാൻ പറ്റൂ. അതുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അതിന് നന്ദിയുള്ളവരാകുക എല്ലാവരോടും. അപ്പോൾ തീർച്ചയായിട്ടും ജീവിതം പുതിയൊരു മാനത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നതായിരിക്കും. അതിനെല്ലാവർക്കും കഴിയുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രഭാതത്തിൽ നന്ദി. വീണ്ടും കാണാം.